നമസ്കാരം. നമ്മളുടെ കേരളത്തിൻ്റെ ഗതികെട്ട പോക്ക് എല്ലാ അർത്ഥത്തിലും ഒരുവിധം ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ മുഴുവൻ സ്ഥലം വിട്ടു പോവുകയാണ്. ഇപ്പോൾ വേറെ വന്നിരിക്കും ബ്ലാക്ക് മാജിക്ക്. 3 പേര് അരുണാചൽ പ്രദേശിൽ പോയിട്ട് സ്വയം ഇല്ലാതായി. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ഇനി വേറൊരു ലോകത്തിൽ പോയിട്ട് ഇതിനേക്കാൾ നല്ല സുസുന്ദരമായിട്ട് ലോകത്തിൽ പോയിട്ട് അവിടെ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. കേരളത്തിൻ്റെ പോക്ക് മേലോട്ടാണോ അതോ പാതാളത്തിലേക്ക് കീഴോട്ടാണോ? വലുതായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. നമസ്കാരം. ബ്ലാക്ക് മാജിക്, അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള ചില പദ്ധതികൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കുറേ കാര്യത്തിനെയാണ് ഈ കൂടോത്രം, ബ്ലാക്ക് മാജിക് എന്നൊക്കെയും പറയുക. കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനുള്ള സ്ഥലമാണ് അത്രേ. 100 പേരുണ്ടെങ്കിൽ 110 പേർക്ക് എഡ്യൂക്കേഷൻ അവിടെ. A+B ഹോൾ സ്ക്വയർഡ് എത്രയും ചോദിച്ചാൽ പറയും. ഈക്വൽ ടു MC സ്ക്വയർഡ് എന്താ ചോദിച്ചാൽ പറയും. ബോയിൽസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ പറയും. ചാൾസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ പറയും. ആദ്യം പറയും. പക്ഷേ ഇത്രമാത്രം അറിവുണ്ട്, ഇത്രമാത്രം അറിവില്ല. അതാണ് സ്ഥിതി. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ എല്ലാവരും മുൻപന്തിയിലാണ്. അതോടൊപ്പം അന്ധവിശ്വാസ ക്വാളിഫിക്കേഷൻ, അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ് കേരളം. നരബലി, എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട്. ചെറിയൊരു പാലമാണ്. ഒരു പാടത്തിൽ നിന്ന് മറ്റൊരു പാടത്തേക്ക് അതിനടിയിൽ വഴി വെട്ടിയപ്പോൾ വെള്ളം പോകാൻ വേണ്ടി ഒരു പാലം. അപ്പം അത് പോയിട്ട് കാണണം, എനിക്ക് കാണണം. അപ്പോൾ ഞാൻ കൊച്ചുകുട്ടി എനിക്ക് പോണത് പിന്നീട് പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. പക്ഷേ പിന്നീട് ചെറിയൊരു ധാരണയ്ക്ക് മനസ്സിൽ വന്നിട്ടുണ്ട്. ഒരു 6, 7, 8 വയസ്സേ ഉള്ളൂ. എനിക്കത് പോയി കാണണം. അപ്പം അന്ന് എൻ്റെ അമ്മൂമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അതേ, പാലം പണിയുമ്പോഴേ, ഞാൻ കേൾക്കാൻ വേണ്ടി പറയാം, അപ്പുറത്തെ വീട്ടിൽ അന്നൻകുട്ടിയോട് പറയാം, പാലം പണിയുമ്പോൾ ഏതെങ്കിലും കുട്ടികളെ അവരുടെ ബലി അർപ്പിക്കുന്നൊക്കെയും കേട്ടിട്ടുണ്ടല്ലോ അന്നൻകുട്ടിയെ? ആ, കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്കും പോയി അപകടമല്ലേ? അപകട. അതുകൊണ്ട് ഞാൻ പോകണ്ടായി പേടിച്ചിട്ട്. പക്ഷെ അതിൽ പലയിടത്തും എനിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നരബലി നമ്മുടെ ഇപ്പം എന്തായാലും പറയുക, ഈ അടുത്ത കാലത്തല്ലേ ഒരു എന്തൊരാൾ അയാൾ പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ട് കുത്തി ഇറക്കലും പിടിക്കലൊക്കെയും നടന്ന കേരളത്തിലാണല്ലോ. അതിലൊരു പയ്യൻ, അവൻ്റെ പേരെന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനവിടെ. ഒക്കെ വിദ്യാസമ്പന്നനാണ്. ഇവരെല്ലാവരും വിദ്യാസമ്പന്നരാണ്. കാഡൽ എന്ന് പറഞ്ഞ ഒരുത്തൻ, കാഡൽ ജിൻസൺ രാജ്, അയാളെ ആ വീട്ടിലെല്ലാവരും കൊന്നു. എന്താണ് ഇതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? അഥവാ എന്ത് ലാഭിക്കാൻ വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഇപ്പം അരുണാചൽ പ്രദേശിൽ മലയാളികളായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും പിന്നെ വേറൊരു കുട്ടി, ആ കുട്ടിയെ കല്യാണം ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ആ കുട്ടി ഇതിനകത്ത് പെടുത്തി. അവർ പറയുന്നത് ഇനി വേറൊരു ലോകമുണ്ട്, ആ ലോകത്തിൽ പോയിട്ട് കൂടുതൽ സുഖമായിട്ട് ഗംഭീരമായിട്ട് ഇതിനു മുമ്പ് പോയവരോടൊപ്പം ജീവിക്കാം എന്നൊക്കെയും പറഞ്ഞ് പണ്ടൊരു ഗോഡ് ഓഫ് ടെമ്പിൾസ് എന്നോ എന്തോ പറഞ്ഞൊരു സ്ഥാപനം, നിങ്ങളിതിൽ തപ്പി നോക്കി അറിയാം, ജോൺസ് എന്ന് പറഞ്ഞൊരാൾ അങ്ങനെ ഒരു സഭ തന്നെ ഉണ്ടാക്കി. അതിന് അമേരിക്കൻ ഗവൺമെൻറ് ചോദ്യം ചെയ്തു, പ്രശ്നങ്ങളായി. അയാൾ കാണിക്കുന്ന വിഡ്ഢിത്തത്തിന് ആൾക്കാർ ചെല്ലാൻ തുടങ്ങി. അയാൾ എവിടെയോ ഹരി റിമോട്ടലായിട്ടൊരു സ്ഥലത്ത് പോയിട്ട് ഒരു വേലിക്കെട്ടം കെട്ടിയൊരു പുതിയ ലോകം പോലെ പ്രാർത്ഥനയും ധ്യാനവും
അവസാനം പോലീസ് വളഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അവരെല്ലാവരും കൂടി 1000 പേരോളം ഉണ്ടായിരുന്നത് കേൾക്കുന്നത്, അവരെല്ലാവരും കൂടി പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട് ഇങ്ങനെ അടുത്തെത്തിയിരിക്കുകയാണ്, നമ്മളെ വിളിക്കാൻ ആൾ വരും, സുവർണമയമായിട്ടുള്ള സ്വർഗസമാനമായിട്ടുള്ള ലോകത്തിൽ നമ്മളെ അതായത് കടക്കാൻ പോകണു, ഇതേ പോലീസ് വരുന്നുണ്ട്, നിങ്ങൾ പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകണോ, നമുക്ക് ഈ ലോകത്തിൽ പോകണോ? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് നമുക്ക് ഈ ലോകത്തിൽ പോകുന്നത്. എല്ലാവരും കൂടി എന്തോ സൈനൈഡോ എന്നിട്ട് അടിച്ച് മരിച്ചു. 1000 പേരുണ്ട്. ടെമ്പിൾ ഓഫ് ജോൺ അങ്ങനെ എന്തോ ഒരു പേരാണത്. ഇത് ലോകത്തിൽ എമ്പാടും അന്ധവിശ്വാസ ജടിലമാർന്ന കാര്യങ്ങളിൽ താല്പര്യം, ഒരു പ്രത്യേക താല്പര്യം ഇവിടെ ആർക്കാ ഇല്ലാത്തത്? കേരളത്തിൽ 40,000 ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുടെ അർത്ഥങ്ങൾ എന്തിനാണ് ക്ഷേത്രങ്ങൾ? അത് പറയാറുണ്ട്, ഇത് ചില ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. ക്ഷതാത് ത്രായതീതി ക്ഷേത്ര, എല്ലാ വിധത്തിലുള്ള ക്ഷതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമ്മളെ മാറ്റിയെടുക്കുന്ന ക്ഷേത്രം. ക്ഷീയതീതി ക്ഷേത്ര, എനിക്ക് അർത്ഥം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ സംസാര സാഗരത്തിൽ നമ്മൾ ഈ ലോകത്തിൽ കഴിഞ്ഞു കൂടുമ്പോൾ അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള മാർഗങ്ങൾ അഭ്യസിപ്പിക്കാനുള്ള പ്രമാണങ്ങളെ പ്രസരിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതിനവിടെ മന്ത്രങ്ങൾ ചൊല്ലിയിരുന്നത്. ഇപ്പം മന്ത്രങ്ങൾ കഴിഞ്ഞാൽ അറിയാം, എന്താ പറഞ്ഞാൽ അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ മുമ്പിലിരുന്ന് ഇതൊന്നും പറഞ്ഞാൽ ആൾക്കാർക്ക് ദഹിക്കില്ല. വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല, വിഗ്രഹത്തിൻ്റെ തറ വരെയുള്ളൂ. അതിൻ്റെ മേലെ പിന്നെ നമ്മൾ മനോഹരമായിട്ടുള്ള ചിത്രം വെച്ചു മാത്രമേ ഉള്ളൂ. ദീപാരാധന അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണത്. പിന്നെ വൈകുന്നേരം ആൾക്കാർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ മന്ത്രങ്ങളും ഇല്ല, ഒന്നുമില്ല, ആചാരവും ഉപചാരവും എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എന്നേക്കും അമ്പലത്തിൽ കയറ്റാത്തതിന് കാരണം അതാ. യഥാർത്ഥത്തിലുള്ള പ്രമാണങ്ങൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. ഈ 40,000 ക്ഷേത്രങ്ങൾ നടക്കുന്നത് പരിപൂർണമായിട്ടിപ്പോൾ അന്ധവിശ്വാസം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ പുരുഷ സൂക്തം പുഷ്പാർച്ചന. പുരുഷ സൂക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ പേഴ്സണെ കാണിച്ചിരിക്കുകയാണ് അവിടെ. ഈ കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന സകലതും അവൻ്റെ മായാവിലാസങ്ങൾ മാത്രമാണ്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശുദ്ധോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം പുരുഷയേ വേദകം സർഗം യത്. അതിങ്ങനെ പോകുന്നുണ്ട്, പുരുഷ സൂക്തനെ പോകുന്നുണ്ട്. അത് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുക, ഇഷ്ടപുരുഷനെ കിട്ടാൻ പുരുഷ സൂക്ത അർച്ചന എന്ന്. ശ്രീ സൂക്തമുണ്ട്. ഒരാള് ശ്രീത്വത്തിൽ മുഴുകാൻ, അശ്രീകൃതമായുള്ള ഉള്ളിൽ നിന്ന് പോകാൻ അതിനുള്ള മാർഗങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അത് പോയിട്ട് അതൊരു ഗൂഢമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഒരു മിസ്റ്റിക് സേയിങ്സ് ആണ്. അത് പോയിട്ട് അത് എഴുതി വെച്ചിരിക്കുക, ഇഷ്ടപ്പെട്ട സ്ത്രീയെ കിട്ടാൻ സ്ത്രീ സൂക്തമെന്ന്. അമ്പലങ്ങളിൽ മുഴുവൻ ഇപ്പോൾ അത് കിട്ടാൻ ഇത് കിട്ടാൻ ഇത്. ഞാൻ പിറന്നു വീണ തൃക്കോല എന്ന സ്ഥലത്തൊരു അമ്പലമുണ്ട്. അവിടെ കാര്യസിദ്ധി പൂജ. ഇവർക്ക് എന്താ ചെയ്യണ്ടേ? കാരണസിദ്ധി പൂജയ്ക്ക് അമ്പലം പണിത് വെച്ചിട്ടുള്ളത്. ഒരു ഹയ്യസ്റ്റ് ആറ്റിറ്റ്യൂഡിൽ ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകം, ആ ലോകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ വലിയ ഭൂതഗ്രാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചെറിയ ഈ ഭൂതഗ്രാമം, ഈ ശരീരം, ആ ശരീര മനോബുദ്ധി ഉപാധികളെ പരിപൂർണമായിട്ടും ഇവിടെ നിന്നുണ്ടായി ഇവിടെ തന്നെ വീണു പോകേണ്ടതെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഞാനാണ് എനിക്ക് സ്വന്തമെന്ന് മനസ്സിലാക്കി ആ ഞാൻ എൻ്റെ ജീവാത്മാവ് അവങ്കലിരിക്കുന്നു എന്ന് നബിത്തിരുമേനിക്കും പറഞ്ഞ കാര്യങ്ങൾ അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രങ്ങൾ. ഇത് കാര്യസിദ്ധി പൂജ. അതിൻ്റെ പുറകിൽ ആൾക്കാരുണ്ട്. ഒരു വെറുതെ ഒരു കല്ലും അതിൻ്റെ വില കുറച്ച് ഉണ്ണാമ്പോ മറ്റേ കുങ്കുമങ്കിയും അരി തേച്ച് എന്നൊരു കാട്ടമ്പലം മാത്രമായിരുന്നു. അതിപ്പോൾ കോടാനുകോടി രൂപ ആസ്തിയുള്ള ക്ഷേത്രമായിട്ട് മാറി. കാരണം എന്താ? അന്ധവിശ്വാസ പ്രചാരണം. ആരോ പറഞ്ഞ പോലെ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും. ഏത് വൃത്തിയെടുത്താലും ഏത് തൊഴിലെടുത്താലും പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് 1ാം സ്ഥാനമാണ്, അഗ്രിമസ്ഥാനമാണ്. അതുകൊണ്ട് അതിൻ്റെ പുറകിൽ ആൾക്കാർ പോകുന്നത്.
അതുകൊണ്ട് ക്ഷേത്രങ്ങളെ മുഴുവൻ അന്ധവിശ്വാസം ജടിലമാക്കിയ ഉള്ള കാര്യങ്ങളാക്കി മാറ്റി ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അന്ധവിശ്വാസം. ഭർത്താവിൻ്റെ കുടി മാറാൻ അവിടെ മറ്റേ പൂജയുണ്ട്, മകളുടെ കല്യാണം കഴിയാൻ വേണ്ടി പൂജയുണ്ട്, മകന് നല്ല ജോലി കിട്ടാൻ വേണ്ടി പൂജയുണ്ട്, രോഗം മാറാൻ വേണ്ടിയുള്ള പൂജയുണ്ട്, അടുത്ത വീട്ടുകാർ രോഗം വരാൻ വേണ്ടിയുള്ള പൂജയുണ്ട്, ലോട്ടറി അടിക്കാനുള്ള പൂജയുണ്ട്. എന്തിനേറെ നിങ്ങൾ ഗുരുവായൂരടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കൂ. കാറ് പൂജ, അതിനങ്ങനെയല്ല, കാറ് പൂജ എന്നും അല്ല പറയുക, ദ്വിചക്ര പൂജ, സൈക്കിള് മോട്ടോർ സൈക്കിളൊക്കെ സാധാരണ സൈക്കിൾ. ത്രിചക്ര പൂജ, ഏത് ഓട്ടോറിക്ഷ. ചതുർചക്ര പൂജ, കാറ്. അതിലേക്ക് ചക്രത്തിൻ്റെതനുസരിച്ചിട്ടാണ് പൂജയ്ക്ക് പൈസ കൊടുക്കേണ്ടത്. ഇവരുടെ അതും കൊണ്ട് കാറ് വാങ്ങിച്ച ഉടനെ തന്നെ ഗുരുവായൂർ അപ്പച്ചൻ്റെ അടുത്ത് പോവും. അവിടെ കുറച്ച് പാലും വെള്ളം കൊണ്ട് തെളിച്ചതെല്ലാം തെളിച്ച് ആ കാറിൻ്റെ നമ്പർ പറയൂ. കാറിൻ്റെ നമ്പർ KLR 2713. ഓ, എന്താ കാറ് കമ്പനി? അംബാസഡർ. ഓ, KLR 2713 അംബാസഡറായ നമഃ. KLR 2713 അംബാസഡറായ നമഃ. KLR 27 അംബാസഡറായ 13 അംബാസഡറായ നമഃ. ദെൻ ഇതെല്ലാം കഴിഞ്ഞ് മന്ത്രം വേണല്ലോ. സ്വയം സ്വാഹ കുമ്പടി. അവിടെ ഇവിടെ തൊടാതെ എന്തെങ്കിലും പറയും. പരിത്രാണായ. ഇത് കേട്ട് മയങ്ങിക്കാൻ ആൾക്കാർ, തൊട്ടതിനും പിടിച്ചതിനും പൈസ. അമ്പലങ്ങളിൽ കല്യാണം നടത്താൻ പാടില്ല, നിയമമുണ്ട്. ന കർമ്മണാന പ്രജയാതനേന ത്യാഗേ നൈകേ അമൃതത്വമാനുഷുഹു. ഇതുകൊണ്ടൊന്നും അമൃതത്തെ പ്രാപിക്കാൻ പോകുന്നില്ല. ആ മന്ത്രം ചൊല്ലിയിട്ട് കല്യാണം നടത്തിയ കാര്യമുണ്ടോ? അതുകൊണ്ട് ഗുരുവായൂർ ഇപ്പം എന്താ പറഞ്ഞത്? ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം നടത്തണല്ലോ, പുറത്തെ കല്യാണം നടത്തുന്നത്. അപ്പോൾ വീട്ടിലെ നടത്തിച്ചാൽ പോരെ? ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് റോട്ടിൽ നടക്കുന്ന കല്യാണത്തെ ആശ്വസിച്ചു. വീട്ടിലല്ലേ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഹോളിലല്ലേ നടത്തേണ്ടത്? ഇത് ഗുരുവായൂർ നഗരസഭയിലെ റോട്ടിലാണ് നടത്തിയത് കല്യാണം. നേരെയാവോ കല്യാണം? ഈ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ. കാരണം എന്താണ്? സുബദ്ധങ്ങൾ. സത്യമായിട്ടുള്ള സരണിയിലൂടെ മുന്നേറാനുള്ള അവസ്ഥ ഇന്ന്. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഞാൻ ജനിച്ച മതം ഹിന്ദു മതത്തിലില്ല. മറ്റുള്ള മതങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവിടെ അവരുടെ പ്രമാണങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്ലിങ്ങൾ എവിടെ ആത്മഹത്യ ചെയ്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും, 1, 2, 3. പക്ഷേ ഹിന്ദുക്കളുടെ സ്ഥിതി എന്താ? വെട്ടുക, കൊല്ലുക, ആത്മഹത്യ, ബ്ലാക്ക് മാജിക് ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ഇനി നമുക്ക് പരലോകത്ത് സുഖമായിട്ട് ജീവിക്കാം. അവർ പറയുന്നത് 19 വർഷം ഇവിടെ ജീവിക്കുക, ഈ ലോകത്തിൽ ജീവിക്കുക. അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസിനെ ആധാരമാക്കിയിട്ട് പരലോക ജീവിതം ചിട്ടപ്പെടുത്തുക, പോരായ്മകൾ തിരുത്തിക്കൊണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് അതിനുള്ള വഴി എനിക്ക് തോന്നുന്നത്, ഈ പറഞ്ഞ ലോകത്തേക്കുള്ള വഴി അരുണാചൽ പ്രദേശ് വഴിയാന്ന് തോന്നുന്നുണ്ട്. അവിടെ പോയിട്ടാണ് പണ്ടാരടക്ക് നടത്തിയത്. അവർ വലിയ രൂപത്തിലെടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. വിശ്വാസങ്ങൾ അത്രയും അന്ധമാണ്. മരിച്ചവരുടെ ലക്ഷണമാണ് ഈ വിശ്വാസം. കണ്ണില്ലാത്ത ഒരാൾ ആനയെ കാണുക എങ്ങനെയാ? ഇങ്ങനെ നോക്കുക, അയാൾ കണ്ണല്ല നോക്കുക. ഇവിടെയാണ് ചങ്ങല കിൽക്കം കേൾക്കുമ്പോൾ ആന, അമ്പലത്തിൽ ആന വന്നൂല്ലേ എന്ന് ചോദിക്കും. ചങ്ങല കിൽക്കം കേൾക്കുന്നുള്ളൂ. അതൊരു വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ. ചങ്ങല കിൽക്കം കേട്ടപ്പോൾ ആന വന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണത്. കാണാൻ കണ്ണില്ല. അതേസമയം സാക്ഷാത്കാരമുണ്ട്. അദ്ദേഹം അത് കാണുന്നു, ചങ്ങല കേൾക്കുന്നു, ആനയുടെ മണം അദ്ദേഹത്തിന് നാസാരന്തരം കൊണ്ട് സർവ്വ ഇന്ദ്രിയങ്ങളും ജാഗ്രതാവസ്ഥയിലാണ് കാണുന്നു. അപ്പോൾ ശരിയാണ്, അത് സാക്ഷാത്കാരമാണ്. ബാക്കിയല്ല വിശ്വാസങ്ങളാണ്, വിശ്വാസ പദ്ധതി. വിശ്വാസ പദ്ധതിയിൽ ഒരു മിസ്റ്റിഫൈസ് സേയിങ്സ് ആണത്. വിശ്വാസം ഒരിക്കലും സ്പെസിഫൈഡ് ആക്കേണ്ട ആവശ്യം. അതങ്ങനെയാണത്. പ്രേതബാധ, ഭൂതബാധ, ഇതൊക്കെ ഇന്നും നിലവിലുള്ള കാര്യങ്ങളാണ്. പ്രേതബാധയും ഭൂതബാധയും. ഞാൻ തൃക്കൂർ സ്ഥലത്തുള്ള സമയത്ത്
എല്ലാ വെള്ളിയാഴ്ചകളിലും ഏതോ അമ്പലത്തിലെ ദേവി അരമണിയും കിളിക്കൊണ്ട് രാത്രി 12 മണി സമയം, പാതിര സമയം, പാതിര കഴിഞ്ഞ് അർദ്ധരാത്രിയായി, അർദ്ധരാത്രി കഴിഞ്ഞ് 12 മണിയായി. ഇങ്ങനെ നാടകത്തിന് പറയാനല്ലേ. ആ സമയത്ത് വഴി കൂടെ പോകുന്ന പലരും ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ, അരമണികൾ കിലുക്കം. രാത്രി വരിക, രാത്രി ഒരു പെണ്ണൊറ്റയ്ക്ക് ശിവനെ കാണാൻ വരിക ദേവി. അപ്പം എന്താ? അവിഹിതം, വ്യഭിചാരം. അവിഹിതത്തിലേ പറയാൻ പറ്റുള്ളൂ. മണിയും കിലുക്കൊണ്ടാണ് വരിക. അപ്പോൾ അവിടെ ഉണ്ടായത് ഒരിക്കലും റപ്പായി, അലക്ഷൻ റപ്പായി എന്ന് പറയും, ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയെന്ന് അങ്ങനെ പറയാം. അകലെയെന്ന് കേട്ടോണ്ട് എനിക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ കണ്ണടച്ചു. എന്നിട്ടൊരു കലിങ്ങുണ്ട്, കലിങ്ങിൻ്റെ ചുവട്ടിൽ അവിടെ ഒളിച്ചു. അപ്പോൾ പിന്നെ ദേവി കാണില്ല. അതിൻ്റെ മേലെ കൂടെ പോയപ്പോൾ പാവാട പടപടപടന്ന് ആ പാവാട അടിക്കുന്ന ശബ്ദം. ദേവി പാവാട ഇട്ടിട്ടാണ് പോണേ. ലിനൻ തുണിയുള്ള പാവാടയാണ്. ആ മേലേക്കൂടെ കലിങ്ങിൻ്റെ മേലെ കൂടെ കടന്നു പോയപ്പോൾ കലുങ്ക് കിടന്ന് കുലുങ്ങുകയാണെന്നാണ് പറയണത്. അങ്ങനെ വ്യഭിചാരം കഴിഞ്ഞ് തിരിച്ചേ പോയി. മറ്റുള്ളവർക്ക് രാത്രി പരിപാടിയേ ഉള്ളൂ, രാത്രി ഗമനം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമോ മറ്റോ ഉണ്ട്. ആ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം നേരത്തെ നട അടച്ചിട്ട് പണിയൊപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവിയുടെ ഇടയ്ക്ക് വരുന്ന പറഞ്ഞത്. ഇതന്നെ കേസ്, മറ്റേ കേസ് തന്നെ. അല്ല, ഇപ്പോൾ രാത്രി വരേണ്ട ആവശ്യമുണ്ടോ? പകല് വന്നാൽ പോലെ. അവിഹിതം അഥവാ രഹസ്യ വേഴ്ച, വേണമെങ്കിൽ വ്യഭിചാരം എന്നും പറയാം. എൻ്റെ നാട്ടിൽ, അല്ല എൻ്റെ വീടിൻ്റെ ആ ഭാഗത്ത് കുറച്ച് കാലൊരു ശല്യം ഉണ്ടായിരുന്നു. രാത്രി കഴിഞ്ഞ് അർദ്ധരാത്രി കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ എല്ലാം ഒന്നും തന്നെ മണിയും കിലുക്കിക്കൊണ്ട് ഒരു മൂത്ത കാരണവർ പ്രശ്നം വെച്ച് നോക്കി. അവർ മൂത്ത കാരണവരാ. മണി കിലുക്കിക്കൊണ്ടൊരു ഒരു 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 പാച്ചൽ എന്ന് പറയുന്നത് ഒരു പാച്ചലാണ്. അവസാനം അവിടെയുള്ള NN പറപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള കാരണവർ പറഞ്ഞു, ഈ നാരായണേട്ടൻ എന്നാണ് ഈ NN പറപ്പള്ളി വെച്ചാൽ നാരായണേട്ടൻ പറപ്പള്ളി എന്നാണ് പേര്, നാരായണ നായർ പറപ്പള്ളി. നീ വെറുതെ ചാവാൻ നിൽക്കണ്ട പറഞ്ഞു. എന്ത് ചാവാൻ? ഇന്ന് അങ്ങനെ ജീവൻ മണി പോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ, അതേ വേണ്ടുമോ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. രാത്രി അങ്ങനെ ഒറ്റയ്ക്ക് കാവലിരുന്നു. രാത്രി 12 മണിയായപ്പോൾ ഒരു അടിയുടെ ശബ്ദവും കേട്ടു. എല്ലാവരും ഒളിച്ചിരിക്കുകയാണ് ഇയാളെ പ്രേതം പിടിക്കുന്നത് കാണാൻ. ഒരു അടിയുടെ ശബ്ദം കേട്ടു, ഒരു കൊലയും കേട്ടു, എന്ന് പറഞ്ഞിട്ട്. സംഭവം കഴുത്തിൽ മണി കെട്ടിയിട്ടുള്ള സരളമ്മായി എന്ന് പറഞ്ഞ വീട്ടിലുള്ള സ്ത്രീയുടെ വീട്ടിലുള്ള പട്ടി വൈകുന്നേരം അവിടെ ഒരു 4-5 വീട് അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. അയാൾ മീൻ മാർക്കറ്റിൽ ഇറച്ചി മാർക്കറ്റിൽ ഇറച്ചി വിൽപ്പനയാണ്. അപ്പം അദ്ദേഹം എല്ലാം കഴിഞ്ഞ് അവിടെ വരുമ്പോൾ മണി 11 മണി 12 മണിയാവും. വന്നൊരു 11 മണി 10 മണി 11 മണി കഴിഞ്ഞിട്ട് ആഹാരം കഴിഞ്ഞാൽ എന്നും അങ്ങനെ വൈകുന്നേരം ഈ ഇറച്ചി കൂടിയൊരു ആഹാരം കഴിക്കുള്ളൂ. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അപ്പം അതിന് വരുന്ന ശേഷിപ്പും മറ്റുള്ള കാര്യങ്ങളും ചേർത്ത് കുറച്ച് ബോട്ടി അകീട്ടിന്നൊക്കെയും പറയില്ല, അതൊക്കെയും ചേർത്ത് പുറത്തേക്ക് ഇടും. അത് കഴിക്കാൻ 2-3 പട്ടികൾ വരും. അതിലൊരു പട്ടിയാണ് ഈ സരളമ്മയുടെ പട്ടി. അതിന് കഴുത്തിലൊരു മണിയുണ്ട്. അതിൻ്റെ ഏറ്റവും രസം എന്താ അറിയോ? ഇത് ഒരു പട്ടിയാണെന്നും അത് സരളമ്മയുടെ പട്ടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ നാരായണേട്ടനോട് കാരണവർ പറയുക, നാരായണ ഇപ്പം നീ ചിരിക്കും, പല വേഷം കെട്ടും, പട്ടിയുടെ വേഷം കെട്ടും, പോത്തിൻ്റെ വേഷം കെട്ടും കാരണവർ, നീ സൂക്ഷിച്ചോ, നിനക്കുള്ള വെച്ചിട്ടുണ്ട് കാരണവർ. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ആയുർവേദ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ. ഹാർട്ട് അറ്റാക്കിന് ആയുർവേദത്തിന് മരുന്നില്ല. ഞാനൊരിക്കൽ ലേക്ക് ഷോറിൽ നിൽക്കുക, എറണാകുളം ലേക്ക് ഷോറിൽ. അപ്പോൾ അവിടെ കോട്ടയ്ക്കിലുള്ള ഒരാൾ എന്നെ അറിയും. ഞാൻ അവിടെ കോട്ടയ്ക്കിൽ ഗീതയ്ക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ അവിടെ ഒരു റൂമിൻ്റെ ഒരു കോറിഡോറിൽ നിൽക്കുക. അപ്പോൾ എന്നെ കണ്ടുടനെ ഞാൻ പെട്ടെന്ന് വിളിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ എപ്പോഴാണ് വന്നത്? അല്ല, അത് ആരോടും പറയണ്ടെന്ന്. അതെന്താ? അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്നനെ അറിയാൻ പോണ്ട. എന്നാലും എന്താ മറ്റാളോട് കിടക്കേണ്ടതെന്ന്. ലോകത്തിലെ എല്ലാ രോഗവും മാറ്റുന്ന ഒരാളാണ്. അയാൾക്ക് വാൽവിന് കേടുവന്നപ്പോൾ ഇവിടെ വന്ന് കിടക്കുക, ലേക്ക് ഷോറിൽ വന്ന് കിടക്കുക. എനിക്ക് ചിക്കൻ ഗുനിയ വന്നു.
അന്ന് ഞാൻ കേരളത്തിലാണ്, പാലക്കാടാണ്, ചീരക്കുഴി എന്ന സ്ഥലത്താണ്. ചീരക്കുഴി ഡാമിൻ്റെ അടുത്താണ്. ചിക്കൻ കുനിയ ഒന്ന് എഴുന്നേറ്റ് വയ്യ, 90 വയസ്സുകാരൻ്റെ പോലെ ഏതായി. അത് ഇപ്പം ഞാൻ കണ്ട വൃദ്ധനാണെന്ന് അറിയാലോ. ആ വൃദ്ധൻ്റെ പോലെ അന്ന് 10-20 വർഷങ്ങൾക്ക് മുമ്പ് വടി കുത്തിപ്പിടിച്ചിറങ്ങേണ്ട ഗതികേട്. കക്കൂസിൽ പോയിരിക്കുമ്പോൾ നമ്മൾ നിന്നിട്ട് കക്കൂസിൽ പോകാൻ പറ്റില്ലല്ലോ, ഇരിക്കാൻ പറ്റില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല. എല്ലാ ജംഗ്ഷനും ബ്ലോക്കായ പോലെ. അവസാനം അവിടെ ഒരു മാവുണ്ട്, ഇത് മേൽക്കൂരില്ലാത്തൊരു കക്കൂസ് ആയിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ മേലൊരു മരച്ചില്ലുമ്പോൾ കയറ് കെട്ടി ആ കയറുമ്പോൾ പിടിച്ചിട്ട് വേണം എണീക്കാൻ, ആ കയറുമ്പോൾ പിടിച്ചിട്ട് വേണം ഇരിക്കാൻ. ഇത് കണ്ട സമയത്ത് ഇനിയിപ്പം ചികിത്സിക്കണമല്ലോ. ആദ്യം എന്തൊക്കെയോ മരുന്ന് കഴിച്ചു, ശരിയാവില്ല. അങ്ങനെ ഇപ്പം എന്നെ ഒരു ആയുർവേദ ആചാര്യൻ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു 10-15 ലിറ്റർ പച്ചവെള്ളം, കയ്പും കുടിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല, വൃത്തിയായിട്ട് നാറ്റൊക്കെ ആയിട്ട് വന്നു. ഇതും കഴിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതോടുകൂടി ഞാൻ അവസാനിക്കുന്നത് മനസ്സിലായി. കാല് നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ വേദന, ജംഗ്ഷനിൽ മുഴുവൻ വേദന. ആ സമയത്ത് ഈ വിവരം മദ്രാസിലുള്ള എൻ്റെ സ്വാമി ശുദ്ധാനന്ദ പറഞ്ഞു ബ്ലഡി റാസ്കൽ എന്നാണ് പറഞ്ഞത്. ബ്ലഡി റാസ്കൽ കം ബാക്ക് എന്നാണ് പറഞ്ഞത്. കാർ എടുത്തു വരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് കാർ എടുത്തു പോയി. അന്നത്തെ കാലഘട്ടത്തിൽ ആ കാറിന് 8,000 കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ ചെന്ന് അപ്പോളോ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന സമയത്ത് അവർ പറഞ്ഞു ആയുർവേദമല്ലേ, അതെ, അതിന് മരുന്നൊന്നുമില്ല. അപ്പോൾ പട്ടി കടിച്ച ആയുർവേദത്തിന് മരുന്നുണ്ടോ, പാമ്പ് കടിച്ചാൽ മരുന്നുണ്ടോ? എൻ്റെ അച്ഛൻ മരിച്ചു, ആയുർവേദത്തിൽ കൊണ്ടുപോയിട്ടാ. അത് ആശുപത്രിയിലുള്ള അച്ഛൻ ഇന്ന് ജീവിച്ചിരുന്നേനെ. അതെന്തോ ആവട്ടെ. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഞാൻ വടിയും പിടിച്ച വടി കയ്യിൽ നിന്ന് വിടില്ല, വടി വിട്ടാൽ ഞാൻ വീഴുന്ന ധാരണ. അപ്പോൾ ഒരു വടി കളഞ്ഞോളാൻ പറഞ്ഞു. അല്ല, തിരിച്ചു പോകുമ്പോൾ വടി അവിടെ ഇരുന്നോട്ടെ. വേണ്ട, വടി അങ്ങനെ എൻ്റെ കൺമുമ്പിൽ എടുത്ത് വലിച്ചെറിഞ്ഞു, ജനലിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഒരു ഇഞ്ചക്ഷൻ നൽകി. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ മണി 10. ഇഞ്ചക്ഷൻ നൽകി ഒന്ന് മയങ്ങി എണീറ്റു. പക്ഷേ രസം എന്താണെന്നറിയാമോ, 10 മണിക്ക് കിടന്ന് ഉറങ്ങിയാൽ ഞാൻ പിന്നെ എണീക്കുന്ന 6 മണി 7 മണിക്കാണ്. ഒരു വേദനയും പോയി, എല്ലാം പോയി. പിന്നെ 2 മാസത്തോളം എന്തോ മരുന്ന് തന്നിരുന്നു, അത് കഴിച്ചു, ഭേദമായി. പക്ഷേ തുളസി കൊണ്ടുള്ള ചില അന്ധവിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ രോഗത്തിൻ്റെ കാര്യങ്ങളാണ് പറയണത്. എന്നോട് പറഞ്ഞു തുളസി നീര് ഒഴിച്ചാൽ മതി, കുഷ്ഠം മാറും തുളസി നീര് ഒഴിച്ചാൽ, ക്ഷയം മാറും തുളസി നീര് ഒക്കെ. തുളസി എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരു ചെടിയാണത്. പത്രം പുഷ്പം ഫലം തോയമെന്ന് ഗീതയിൽ പറയുമ്പോൾ ഒരു കൊങ്ങിണിപ്പൂവിൻ്റെ അരിയായാലും മതി, നല്ല മനസ്സോടുകൂടി. അപ്പോൾ എന്തായി, കൊങ്ങിണിപ്പൂവിൻ്റെ എല്ലാം വലിയ ഡിവൈനായിട്ടൊരു സാധനമായിട്ട് മാറി. അങ്ങനെയാണ് ഒന്നിനും കൊള്ളാത്ത ഇങ്ങനെ കശിക്ക് പിഴിഞ്ഞ് അതിനകത്ത് കുറച്ച് പച്ചവെള്ളം കിട്ടും, അത്രയേ ഉള്ളൂ. ഈ തുളസി മഹാത്മ്യം തന്നെ വന്നു. അതുപോലെ തന്നെ മറ്റേ കൂവളത്തിൻ്റെ മഹാത്മ്യം, കൂവളം ഡ്രൈ ആയിട്ടുള്ള ഇലയാണ് അതിനും മഹാത്മ്യം. ഈ രീതിയിൽ ഓരോന്നിലും ഓരോ സാധനത്തിന് ഇങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്ത് കയറ്റി വെച്ചിരിക്കുകയാണത്. എന്നിട്ട് അതുമായിട്ട് അതാണ് അന്ധവിശ്വാസത്തിൻ്റെ ഗംഭീരത്തോടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അമ്പലങ്ങളിൽ അന്ധവിശ്വാസ പ്രചരണം അതില്ലാതാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. സത്യവിശ്വാസ സംബന്ധിയായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്, ഉപനിഷത് ശാസ്ത്രങ്ങളുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെയുള്ള ദശാവതാരം കോപ്പൊന്നും അതിനകത്തില്ല. അതിനകത്ത് പ്രതിമകളില്ല, വിഗ്രഹങ്ങളില്ല. There is no idol at all. There is no idol worship at all. But there is a worship that is not idol worship. ഇപ്പോൾ ഇവിടെ പുതിയ കാലഘട്ടത്തിൽ ഇടക്കാലത്ത് വെച്ച് ഐഡൽ വർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആചാര്യന്മാർ. റിയലി ദാറ്റ്സ് എൻ ഐഡിയൽ വർഷിപ്പ്, റിയലി ദാറ്റ്സ് നോട്ട് ഐഡൽ വർഷിപ്പ്. ത്രൂ ഐഡൽ യു ആർ വർഷിപ്പിംഗ്. അപ്പോഴും ഏക ദൈവത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. Therefore this is an ideal worship really. അപ്പം ആ കാര്യങ്ങൾ അറിയാതെ അത്തരം കാര്യങ്ങൾ പറയാൻ ഇഷ്ടമല്ല. പിന്നെ എന്താ പറയാൻ ഇഷ്ടം? എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഭർത്താവ് വെള്ളം കുടിച്ചിട്ടെന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കി, വിഷമിക്കണ്ട, ദേവിക്ക് 2 പുഷ്പാഞ്ജലി നടന്നോളോ, അവിടെ ദേവന് പോയിട്ട് ആ പൂജ്ഞയും നടന്നോളോ, ഇവിടെ പോയിട്ട് ഈ പൂജ്ഞയും നടന്നോളോ, പിന്നെ ആ ജ്യോത്സ്യനൊന്ന് കണ്ടോളോ, കഴുത്തിൽ ഏതെങ്കിലും സ്വർണ്ണപ്പണ്ടം പണയം വെക്കേണ്ടത് എല്ലാം കൂടി കഴിയുന്ന സമയത്ത് ജ്യോത്സ്യം ഇങ്ങനെ എഴുതി കൊടുക്കും. ആ പൂജ്ഞ, ഈ പൂജ്ഞ, മറ്റേ പൂജ്ഞ, മറിച്ചേ പൂജ്ഞ, ഈ പൂജ്ഞ, ആ പൂജ്ഞ. ഞാൻ നാറാത്തുമിഞ്ഞ സ്ഥലത്ത് ഗീ നടത്തുന്ന സമയത്ത് ഒരു സ്ത്രീ എന്നെ കാണാൻ വരും, പോവും. ആരെങ്കിലും കണ്ടാൽ പോവും. ഒരു വർഷം എന്താ വന്ന് പോകണമെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് രഹസ്യമായിട്ടൊന്ന് കാണണം. അന്നൊരു 19 വയസ്സുള്ള സ്ത്രീയാണത്. എനിക്ക് രഹസ്യമായിട്ടൊന്ന് കാണണം. അപ്പോൾ അവിടെ പപ്പേട്ടൻ പറഞ്ഞു അവർക്കൊന്ന് നേരിട്ട് സംസാരിക്കണം. അപ്പോൾ അവർ സംസാരിക്കാനുള്ള കാരണം വെച്ചാൽ അവർക്ക് 1 ഏക്കർ പറമ്പുണ്ടായിരുന്നു. മോളുടെ കല്യാണം എന്നൊക്കെ വന്ന സമയത്ത് പകുതി പറമ്പ് വിറ്റു.
അപ്പോൾ അവരുടെ വീട് പകുതി പറമ്പിലായി. അപ്പോൾ ആ വീടിന് ദോഷമുണ്ട് അത്രേ. ആരോ ഒന്ന് കയറ്റി പറഞ്ഞു. ദോഷം മാറാൻ വേണ്ടി വലിയ പൂജ ചെയ്യണം, 75,000 രൂപ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഈ സ്ത്രീ എൻ്റെ അടുത്ത് വന്നത്. ഞങ്ങളതിൽ പൈസയൊന്നുമില്ല സ്വാമി എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്തോളൂ, ഒരു 50 രൂപ എടുക്കാണ്ടാവും കയ്യിൽ. ഓ അതുണ്ടാവും. 50 രൂപ കൊടുത്തിട്ട് എനിക്ക് വേണ്ട, നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു 3 മീറ്റർ കയറ് വാങ്ങിക്കും. ഓ കയറ് വാങ്ങിക്കാം. എന്നിട്ട് വീടിൻ്റെ ഫാനിലോ ഉത്തരത്തുമ്മലോ കെട്ടിയിട്ട് അത് കഴുത്തിൽ കെട്ടി താഴ്ത്തി ചാടിയാൽ മതി, എല്ലാ പ്രശ്നവും തീർന്നു പറഞ്ഞു. അവർക്കിപ്പോൾ വിവരം മനസ്സിലായി. ആ വന്ന ജോത്സ്യനോടും 75,000 രൂപ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പരിഹാരകർമ്മേൻ്റെ ആൾക്കാർ വന്നപ്പോൾ അവരുടെ ഭ എന്ന് പറഞ്ഞാൽ ആട്ടുന്നത് എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. ആ സ്ത്രീ രക്ഷപ്പെട്ടു. ഇങ്ങനെ എവിടെ നോക്കിയാൽ ആളുടെ രൂപം സ്ഥാപിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ. വീട് പണിത് കഴിഞ്ഞാൽ കുറ്റിയടിക്കുന്ന ആൾ വരും. ഇന്നിപ്പോൾ ഈ ഫ്ലാറ്റ് പണിയുമ്പോൾ കുറ്റിയടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുണ്ടാക്കിയിട്ടോ, അതിന് മുമ്പ് ഇവിടെ ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ വീട് പണിതു. ഇവിടെ ആയിക്കൂടി 4 സെൻറ്റേ ഉള്ളൂ. അതിനകത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി വീട് പണിയാൻ പറ്റുമോ? കുറ്റിയടിക്കാൻ, എന്ത് കുറ്റിയടിക്കാൻ? നിങ്ങൾ അവിടെയുള്ള സ്ഥലം, പുറകിൽ എനിക്ക് സ്ഥലം വേണം, മുമ്പിൽ സ്ഥലം വേണം. അവിടെ മറ്റേ അരുണാചലം എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ കോൺട്രാക്ടർ. സ്വാമി പറഞ്ഞാൽ പിന്നെ അതല്ല പ്രമാണം. അവിടെ കുറ്റിയടിക്കും, ഇവിടെ കുറ്റിയടിക്കും, ഇവിടെയും കുറ്റിയടിക്കും, ഇവിടെയും കുറ്റിയടിക്കും. കുറ്റിയടിച്ചു, കാര്യം കഴിഞ്ഞു. ഞാൻ ഇതിനകത്ത് കിടന്നിട്ട് എനിക്കെന്തെങ്കിലും രോഗം വന്നോ? അതിന് വേറെ ആൾക്കാർ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗണപതി പൂജ, മറ്റേ പാല് കാച്ചൽ ചടങ്ങ്. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അതിന് വേണ്ടി ഷൂട്ടേ എന്ന് പറഞ്ഞ് പാലും വെള്ളവും അതിൻ്റെ ദക്ഷിണയും എൻ്റെ ഇത് കിട്ടൂല. ഇതുവരെ ഇതിനകത്തൊരു ദീപം കത്തിച്ചു വെച്ചിട്ടില്ല. ഏതായാലും ഈ സമയം നോക്കല്, രാഹു കേതു, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള സാധനങ്ങളാണ്. യഥാർത്ഥത്തിൽ സംശുദ്ധീകരണം നടത്തിയിട്ടുള്ള ഭൗതിക ജീവിതം തന്നെയാണ് ആധ്യാത്മിക ജീവിതം. ആൻഡ് ഇഹലോകം വെടിയിലല്ല. ചില സ്ത്രീകളൊക്കെയും പറയും ഞങ്ങളിപ്പോൾ പരിപൂർണമായിട്ട് ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്, ഇനി നമുക്ക് ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. സ്വന്തം ഭർത്താവുണ്ടായിരിക്കും, അയാളെ പിന്നെ ആട്ടി പുറത്താക്കുകയും ചെയ്യും. എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് അത്രേ. ഞാൻ ഉപ്പിട്ട കഞ്ഞി കുടിക്കില്ല, മുളക് കഴിക്കില്ല, മൊബൈൽ വേണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ഗുരുവായൂർ എൻ്റെ കാസറ്റുകൾ മുഴുവൻ ഗീത ചൊല്ലിയ 18 അധ്യായം ഗീത ചൊല്ലിയ കാസറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ അധ്യായമൊക്കെ ആ കാസറ്റ് അത് കുറേ ഉണ്ട്, ഉപനിഷത്തുകളെല്ലാം ഉണ്ട്. ആരൊക്കെയാണ് അത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ദിവസം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു. അവിടെ ചെന്നു, തലേ ദിവസം ചെന്നു, കല്യാണ ദിവസം അവിടെ പോയി. അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽഭാഗം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു സ്ത്രീയാണ്, കൊട്ടാരക്കരയുള്ള സ്ത്രീയാണ്. വയസ്സായ സ്ത്രീ, 17 വയസ്സുണ്ട്. മക്കളാരും തിരിഞ്ഞു നോക്കില്ല. പൈസയ്ക്ക് അയച്ചു കൊടുക്കും. കാരണം എന്താ മക്കൾ തിരിഞ്ഞു നോക്കാത്ത അറിയോ? ഒരു മക്കളെ തിരിഞ്ഞു നോക്കില്ല. 6 മക്കളുണ്ട്. 6 മക്കളും കൂടി 10-12 കൊച്ചുകുട്ടികളുണ്ട്. ഈ കൊച്ചുകുട്ടികളൊന്നും തിരിഞ്ഞു നോക്കില്ല. ഭൗതിക ജീവിതത്തെ അർത്ഥം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നിട്ട് അവരുടെ കിടക്കയിൽ അവരൊപ്പം കൂട്ടിൽ കിടക്കുന്ന താരാട്ടുപടി ഉറക്കുന്ന ആരെയെന്നറിയാമോ? അവിടെ ഒരു പൾപ്പ് കൃഷ്ണനുണ്ട്. ഗുരുവായൂർ പോയി അവിടെ വിൽക്കാൻ പറ്റില്ലേ പൾപ്പ് കൃഷ്ണനെ? 300-400 കൊടുത്താൽ കിട്ടും. ആ പൾപ്പ് കൃഷ്ണനെ കൊണ്ടുപോയിട്ട് ഉണ്ണി ഇതാണ് എൻ്റെ മകൻ എന്നും പറഞ്ഞ് താരാട്ട് പാടുക, അതിൻ്റെ വായിൽ ആഹാരം വെച്ച് കൊടുക്കുക, കാലത്ത് എഴുന്നേറ്റ് കുളിപ്പിക്കുക. ഇവരെ പോയിട്ട് 2 വെച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഭ്രാന്താണിത്, ഭ്രാന്ത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പയ്യന്നൂർ പോയ സമയത്ത് അവിടെ ഉണ്ടായൊരു സംഭവം. ഒരു സ്ത്രീക്ക് ഇതുപോലെ തന്നെ 6 മക്കളാണ്. ഒക്കെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് എല്ലാവരും. ന്യൂസിലാൻഡിൽ, അമേരിക്കയിൽ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവർക്ക് മാസം ഒരു തുക അയച്ചു കൊടുക്കുക. അന്നത്തെ കാലത്തിൽ ഇവർക്ക് 19,000 കിട്ടിയിരുന്നു. എന്നുവെച്ചാൽ അത് 5 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട് അതിനകത്ത്. അന്നത്തെ കാലത്ത് അത് കിട്ടിയിരുന്നു. ഈ പൈസ കിട്ടിയ ഉടനെ തന്നെ ഇവർ ആ അമ്പലത്തിൽ പോയിട്ട് അവിടെ 1000 രൂപ, ഈ അമ്പലത്തിൽ പോയിട്ട് 2000 രൂപ, ആ അമ്പലത്തിൽ പോയിട്ട് 3000 രൂപ, ഈ ആൾക്ക് ഇത്ര, അയാൾക്ക് ഇത്ര, ഒരു കാർ എടുത്തൊരു കറക്കാണ്. തിരിച്ചു വരുമ്പോൾ പിന്നെ ഇവർക്ക് മാമൂലുള്ള പൈസ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഒരിക്കൽ ഇവരുടെ താഴെയുള്ള മകൻ ചോദ്യം ചെയ്തു, അമ്മയ്ക്ക് എന്താ തലയ്ക്ക് വട്ടാണോ? നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പൈസ അയക്കുന്നത്? ഇത് കണ്ണി കണ്ടെടുത്ത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണോ? ചോടനെ തന്നെ എൻ്റെ ദേവി, എൻ്റെ പയ്യന്നൂർ ദേവി, എൻ്റെ പയ്യന്നൂർ. അപ്പോൾ
എനിക്ക് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു മോൻ എനിക്കുണ്ടായല്ലോ, അങ്ങനെയാണ് ഇനി ഇങ്ങനെ ഞാൻ അവർ പറഞ്ഞു ഇനി ഞാൻ എൻ്റെ പൈസ അയക്കില്ല എന്നൊക്കെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ദേവീദേവന്മാരെ ചോദ്യം ചെയ്യുന്ന കിണറ്റെടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ചോദ്യം ചെയ്യാൻ പോവാ, നിങ്ങൾ എന്താ ചെയ്യാമെന്ന് കാണണ്ട. അവർക്ക് കിണറ്റെടുത്ത് ചാടി, നിറയെ സാക്ഷികളാ, കിണറ്റെടുത്ത് ചാടി അവർ. കിണറ്റിൽ പിന്നെ വെള്ളം ഉണ്ടായവരുണ്ട്, മുങ്ങിയില്ല, അവിടെ പിടിച്ചു നിന്നു. അവിടെ നിന്നപ്പോൾ വെള്ളത്തിലാണ് വീണത്, തലയൊന്നും എവിടെ അടിച്ചില്ല. അവസാനം ഇതിനെ കസേരയിലേക്ക് ഇങ്ങനെ കസേരയിലേക്ക് ഇരുത്തി മേലോട്ട് കയറ്റുകയാണ്. കയറ്റിയ സമയത്ത് ഈ സ്ത്രീയുടെ ആങ്ങള ഈ മകനോട് പറഞ്ഞിടാ, ഇവൾക്ക് ഭ്രാന്ത. ആ സ്ത്രീയുടെ 6 മക്കളിൽ താഴെയുള്ള മകനോട് ആ സ്ത്രീയുടെ ആങ്ങള പറയുക അവൾക്ക് ഭ്രാന്താണ്. അവളിങ്ങനെ മേലെ കയറി വരുമ്പോൾ ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കും, എൻ്റെ പെങ്ങളെ ചോദ്യം ചെയ്യാൻ നീ ആരാടാവും ചേർന്ന് എൻ്റെ ചെവിടുത്തൊരു അടി വെച്ച് തരും, ചിലപ്പോൾ വേദനിക്കും, മിണ്ടരുത്, നീ പണ്ടാരുടെ ആ പൈസ അയച്ചു കൊടുക്കണം, എന്തേ ആകട്ടെ എന്ന് പറഞ്ഞു. ആ സ്ത്രീ മേലോട്ട് കയറി വന്നു. കയറി നമുക്കിങ്ങനെ തുള്ളുകയാണ്. എൻ്റെ ദേവിയെക്കുറിച്ചു എൻ്റെ ദേവനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ ആ കാരണവർ ഇയാളെ പിടിച്ചു നിർത്തിയിട്ട് 2 കൈ കൂട്ടി പിടിച്ചു, എൻ്റെ പെങ്ങളെ നീ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് ചെള്ളയ്ക്ക് ഒറ്റ പൊട്ടിക്കൽ. ആ പ്രശ്നം അവസാനിച്ചു. ആ സ്ത്രീ ഇന്നല്ല എന്തെങ്കിലും ചത്തുപോയിണ്ടാവും. ആ സ്ത്രീ ഈ വരുന്ന തുക മുഴുവൻ അമ്പലങ്ങളിൽ ഓരോ സ്ഥലത്തും കൊണ്ട് ഭണ്ഡാരടക്കും. എത്ര ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ സർപ്പൻ 3-ൽ ചൊവ്വാദോഷം, ദോഷജാതകം, പാപം 1.5 പാപം, അങ്ങനെ പാപമുണ്ടോ? 1.5 പാപം, മാഹാണി പാപം, 1.5 ലക്ഷം പാപം ഉണ്ടാവുമോ? ഉണ്ടാവും. നെതന്യാഹുവിനേക്ക് 1.5 ലക്ഷം പാപം ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇതിൻ്റെ ഒരു ഭാഗമാണ് വാസ്തവത്തിൽ ഈ ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്. വേറൊരു കുട്ടി ആര്യയോ ദേവി 2 എണ്ണം ഉണ്ട്. ആര്യാവിന് കൂട്ടരെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുക. എന്ത് കല്യാണം? ഇവിടെ ഒരാളെ കല്യാണം അവിടെ ഗന്ധർവലോകത്തിൽ പോയിട്ട് അവിടെ നീതീഷ് ഭരദ്വാജയ്ക്ക് അവിടെ ഉണ്ടാവും. അങ്ങനെ ഇവിടെയാണല്ലോ അല്ലേ? അവിടെയും പോയിട്ട് ഗന്ധർവന്മാരുണ്ടായിരിക്കും സുസുന്ദരന്മാരായിട്ട്. യേശുദാസയ്ക്ക് അതുപോലെ പാടുന്ന ഗന്ധർവന്മാർ ആ കൂട്ടത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അരുണാചൽ പ്രദേശ് വഴിക്കാണ് അത്ര അവിടേക്ക്. അവിടെ പോയി അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച്. ഇതിലൊന്നും ഒരു ഗവൺമെൻറ് വിചാരിച്ചിട്ടും കാര്യമില്ല. വിശ്വാസം അത്രയും ശക്തമാണത്. ആളുകൾ ഇഷ്ടപ്പെടുന്നതും വിശ്വാസ കാര്യങ്ങളിലാണ്, സാക്ഷാത്കാരത്തിലല്ല. വിശ്വാസം വേറെ, സാക്ഷാത്കാരം വേറെ. 1400 വർഷങ്ങൾക്ക് മുൻപ് മനസ്സിലാക്കണം, തൻ്റെ മകൻ മരിച്ചു. അദ്ദേഹത്തിന് എല്ലാ ആൺമക്കളും മരിച്ചു. അവസാനം ഒരു ആൺമകൻ ഉണ്ടായത്, അതും മരിച്ചു, നബി തിരുമേനി. ഉടനെ ആൾക്കാർ പറഞ്ഞു, അയ്യോ ദേ ഇബ്രാഹിം എന്ന ഒറ്റ പേര് അദ്ദേഹത്തിൻ്റെ മരിച്ച കുട്ടിയുടെ. ഇബ്രാഹിം മരിച്ച സമയത്ത് കണ്ടോ ചന്ദ്രൻ മങ്ങിപ്പോകുന്നു, ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നു, അതൊക്കെയും ചന്ദ്രൻ പോലും ദുഃഖിക്കുകയാണെന്ന് തിരുമേനി വിളിച്ചു, നബി തിരുമേനി വിളിച്ചു. മേലിലും കെട്ട കാര്യങ്ങൾ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അവരൊക്കെയാണ് മഹാപുരുഷന്മാർ. ഇന്ന് മഹാപുരുഷന്മാർക്ക് പോരായ്മയൊന്നുമില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ ഫ്ലൈറ്റ് കയറി വരും. ഞങ്ങളൊക്കെ അതാ സംഭവിച്ചു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആത്മസാക്ഷാത്കാരമായിട്ട് ഞങ്ങളുടെ വഴിക്ക് തിരിഞ്ഞു. അന്ധവിശ്വാസത്തിൽ മുങ്ങിത്താഴ്ന്ന് ഇത്തരം ഗതികേടുകൾ പോകുന്ന ആൾക്കാർ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. 80,000 രൂപയും കൊണ്ട് ഞാൻ തൃശ്ശൂർ അയ്യന്തോള് ലുലു കൺവെൻഷൻ സെൻ്ററിൻ്റെ അപ്പുറത്ത് പിനാക്കിൾ റെസിഡൻസിൽ താമസിക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, അവർ ആയുർവേദ ഡോക്ടറാണ്. അവരുടെ ഭർത്താവ് അദ്ദേഹം ആയുർവേദ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയുള്ള ആളാണ്. അവരുടെ അമ്മ അവരും ആയുർവേദ ഡോക്ടറാണ്. ഈ കൂട്ടർ അച്ഛൻ, ഈ കൂട്ടർ അമ്മ, ഇവരെല്ലാവരും കൂടി അവിടെ വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് 101 രൂപ എനിക്ക് തന്നു. വെറ്റിലെ അടക്കിയൊക്കെ ആയിട്ട് സ്വാമിയുടെ അനുഗ്രഹം വേണം. ഓക്കെ, 101 രൂപയല്ലേ, എന്താ എനിക്ക് ഫ്രീ ആയിട്ട് അനുഗ്രഹം കൊടുത്താൽ എന്തോ കുഴപ്പം. അതിൻ്റെ ഒരു കാര്യം അറിഞ്ഞു. കിട്ടിയ ആദ്യത്തെ ശമ്പളം അത് ഗുരുവായൂരപ്പന് കൊടുക്കാൻ പോയി 80,000 രൂപ. ഞാൻ പറഞ്ഞു ഈ 101 രൂപ അവിടെ കൊണ്ട് പണ്ടാരെ വാക്കാ പറഞ്ഞു, അവിടെ കൊണ്ട് പണ്ടാരെ, എനിക്ക് വേണ്ട നിങ്ങളുടെ പൈസ. പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നത് ദോഷമാണ്. ഇവിടെ ഒരുപാട് ഗുരുവായൂരപ്പന്മാരുണ്ട്. അതേ അവിടെ പുല്ലഴിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൊച്ചുകുട്ടികളെ നോക്കി സംരക്ഷിക്കേണ്ട അവിടെ ക്രിസ്ത്യൻ നൺസ്, നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുക. ഈ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ വയനാട്ടുകാരൻ്റെ മറ്റാണ്. എൻ്റെ കാൽക്ക് സാഷ്ടംഗം നമസ്കരിച്ചിട്ട് പറയാം, സ്വാമി ഞാനൊരു മൂത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കാതിരിക്കാൻ വയ്യ.
ഞാനിവരോട് 100 വട്ടം പറഞ്ഞതാണ്. എന്തിനു പറയുന്നു? ഗുരുവായൂർക്ക് പോയിട്ട് ഈ പൈസ അവിടെ പണ്ടാരടങ്ങാൻ കൊണ്ടുപോകുന്ന പൈസ അവരെ അതുപോലെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് ആ കുട്ടികൾക്ക് അവരുടെ കാര്യത്തിനായിട്ട് ആ പൈസ അവിടെ കൊടുത്തു. ഞാൻ ചെയ്ത വലിയ കുറച്ച് കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അറിയാൻ എൻ്റെ സ്വഭാവം. ഇന്ന് ഞാനത് സന്തോഷത്തോടു കൂടിയിട്ടത് ഓർക്കുകയാണ്. പിന്നീടും അവർ പറഞ്ഞു എല്ലാ വർഷവും അവിടെ പോയിട്ട് കുട്ടികൾക്ക് ഇവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ നിന്നാണ് ഈ അന്ധവിശ്വാസം ഇങ്ങനെ പടപടന്നനെ പറന്നുയരുന്നത്. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വീട്ടിൽ ഭട്ടതിരിപ്പാട് ഉണ്ണി നമ്പൂരി മാഗസിനിൽ എഴുതി, മംഗളോദയക്കാരെ പ്രസിദ്ധീകരിക്കുന്ന മാഗസിനിൽ എഴുതി. ഇന്നേക്ക് ഏകദേശം 80-90 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഭട്ടതിരിപ്പാട് അവർകൾ എഴുതി, ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. എനിക്കതേ പറയാനുള്ളൂ. 40,000 അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. സമൂഹത്തെ നശിപ്പിക്കുകയാണ്, ഹിന്ദുമതത്തെ നശിപ്പിക്കുകയാണ് മിറ്റകൾ. ഒരു പൂണൂലും ഇട്ട് വന്ന്, പൂണൂലല്ല ഊണുനൂല്, അതിൻ്റെ വില എത്രയോ 10 പൈസ 20 പൈസ അത്രയുള്ള അതിന് മൂല്യം. എനിവേ ഈ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി മുഴുവൻ പറയേണ്ടി വരും. എനിക്കിപ്പോഴും തലവേദന എടുക്കാൻ തുടങ്ങി.